പണ്ടൊരിക്കൽ ഒരു വൃദ്ധ മരിച്ചുപോയി. അവർ ചെയ്ത നന്മ തിന്മകളുടെ കണക്കെടുത്തു. സ്വർഗത്തിൽ നിന്ന് ന്യായാധിപന്മാർ വിധിച്ചത് അവർക്ക് സ്വർഗത്തിലേക്ക് പോവാം. കാരണം അവർ വിശന്നു വലഞ്ഞു വന്ന ഒരു യാചകന് ഒരു നേരത്തെ ഭക്ഷണം കൊടുത്തു. ഒരു കിഴങ്ങാണ് അവർ ഭക്ഷണമായിട്ട് കൊടുത്തത്. അതുകൊണ്ട് അവരൊരു പുണ്യപ്രവൃത്തി ചെയ്തുകൊണ്ട് അവർക്ക് വിശന്നു വലഞ്ഞ ഒരാൾക്ക് ആഹാരം കൊടുക്കുക എന്നുള്ളത് പുണ്യപ്രവൃത്തി ആയതുകൊണ്ട് അവരെന്ത് ചെയ്യാം, സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാമെന്ന് തീരുമാനമെടുത്തു. അങ്ങനെ അവർ മുകളിൽ ആ കിഴങ്ങിലേക്ക് അവർ പിടിച്ച ഉടനെ തന്നെ എന്ത് ചെയ്തു, അവരിങ്ങനെ മുകളിലേക്ക് ഉയർത്തപ്പെട്ടു. അവർ മുകളിലേക്ക് ഉയർന്ന് കണ്ടിട്ട് ആ യാചകനും എന്ത് ചെയ്തു, അവരുടെ കാലിലേക്ക് തൂങ്ങി. ഇത് കണ്ട് പലരും എന്ത് ചെയ്തു, ഒരാൾ അടുത്തയാളിൻ്റെ കാലിൽ അങ്ങനെ ഒരു മാല പോലെ എന്ത് ചെയ്തു, തൂങ്ങി കിടക്കുന്നു. ഇങ്ങനെ എല്ലാവരും കൂടി ഒരുമിച്ച് സ്വർഗത്തിലേക്കുള്ള ഒരു യാത്ര എന്ന് പറയുന്നത് തന്നെ വളരെ മനോഹരമായൊരു കാഴ്ചയായിരുന്നു. ഏകദേശം സ്വർഗത്തിലെത്താറായി. എപ്പോഴേക്കും ആ സ്ത്രീ ഉണ്ടല്ലോ, അവർക്ക് ആ വൃദ്ധയായ സ്ത്രീക്ക് തൻ്റെ ഭൂമി അവസാനമായിട്ടൊന്നും കാണണമെന്ന് തോന്നി. അവരെന്ത് ചെയ്തു, താഴേക്ക് നോക്കി. അവർ താഴേക്ക് നോക്കിയപ്പോഴാണ് അതുവരെയും അവർക്ക് സ്വർഗത്തിലെത്തണം എന്നുള്ള ഒരൊറ്റ ചിന്ത കൊണ്ട് അവരെന്ത് കണ്ടില്ല, തൻ്റെ പിന്നിലുള്ള ആളുകളെ കണ്ടതേയില്ല. താഴേക്ക് നോക്കിയ സമയത്താണ് അവരെന്ത് ചെയ്യുന്നത്, ഇത്രയധികം ആൾക്കാർ തൻ്റെ കൂടെ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ അവർക്ക് ദേഷ്യം വന്നു. അപ്പോൾ അവരെന്താ പറഞ്ഞതെന്നറിയോ, ഈ കിഴങ്ങ് എൻ്റേതാണ്, സ്വർഗത്തിലേക്ക് പോകാനുള്ള അവകാശം എനിക്ക് മാത്രമാണ്, അതുകൊണ്ട് നിങ്ങളെല്ലാവരും പോകണം എന്ന് പറഞ്ഞിട്ട് അവരെ ദേഷ്യപ്പെടാൻ തുടങ്ങി. അവർ താഴേക്ക് നോക്കി ദേഷ്യപ്പെടുകയും കൈകൊണ്ട് അവരെ ആട്ടിപ്പായിക്കാനും ശ്രമിക്കുന്ന സമയം കൊണ്ട് അവരുടെ പിടി ആ കിഴങ്ങിൽ നിന്ന് എന്ത് ചെയ്തു, വിട്ടുപോയി. നമ്മളും ഇങ്ങനെയാണല്ലേ, നമ്മളിൽ പലരും ഇങ്ങനെയാണല്ലേ. നമ്മുടെ ലോകത്തിലെ പല പ്രശ്നങ്ങൾക്കും കാരണവും ഇത് തന്നെയല്ലേ, ഞാനെന്നുള്ള ചിന്ത, എൻ്റേത് മാത്രമെന്നുള്ള ചിന്ത.